എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ബാബാമയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു മാതൃകാ പ്രസംഗമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ മാതൃകാ പ്രസംഗം നടത്താമെന്നുള്ളതിനെ പറ്റി, നമുക്ക് സ്കൂളിലൊരു പ്രസംഗമാണ് നടത്തണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നടത്താമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ട അധ്യാപകർ, വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഭാരതം അതിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് കൺതുറന്നതായ ആ നിമിഷത്തെ ഏറെ അഭിമാനത്തോടും നന്ദിയോടും കൂടെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സുദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിതവും ജീവനും ബലിയർപ്പിച്ചതായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഭഗത് സിംഗ്, അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പോരാളികളെ ഏറെ ആദരവോടെ സ്മരിക്കുന്നു. അവർ ചെയ്തതായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 8 പതിറ്റാണ്ടായിട്ട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിൽ, ശാസ്ത്രപരമായിട്ട്, സാങ്കേതിക വിദ്യയിൽ, കായികപരമായ മേഖലയിൽ മറ്റു രാജ്യങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മുടെ രാജ്യത്തിനും ശിരസ്സുയർത്തി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഓർക്കേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. കേവലം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ ദാരിദ്ര്യത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ നമ്മളേറെ അഭിമാനം കൊള്ളുന്നതായ ഒരു സുദിനം കൂടാണിന്ന്. അതുകൊണ്ട് ഏറെ ഐക്യത്തോടും സാഹോദര്യത്തോടും കൂടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാൻ നമ്മളെന്നും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മൾക്ക് ലഭിച്ചതായ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതായ ഈ സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കാനെ കൊണ്ട് വേണ്ടി നമ്മൾ ഒരുക്കമുള്ള ഓരോ പൗരന്മാരായിരിക്കണം. നാളത്തെ ഭാരതത്തിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ഏറെ ഉത്തരവാദിത്തമുള്ളവരായിട്ട് തീരേണ്ട ഓരോ പൗരന്മാരായി നമ്മൾ തീരണം എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിനെ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ മനസ്സിന് നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള സ്നേഹത്തെ മനസ്സിലാക്കി കൊടുക്കുവാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രായോഗികമാക്കി കാണിക്കുവാനും നമുക്ക് കഴിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, വന്ദേ മാതരം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ നടത്തുന്നതായ പ്രസംഗത്തിനകത്ത് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് ദീർഘിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ രീതിയിലൊരു പ്രസംഗം. അപ്പോൾ അതിനകത്ത് പറയാനെ കൊണ്ട് കഴിയുന്നതായ ഓരോ കാര്യങ്ങളുണ്ട്.
ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ ഇനി അതിനകത്ത് ചേർക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മാറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പം നമ്മൾ നോക്കണം, നമുക്ക് കിട്ടിയിരിക്കുന്നതായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ലൊരു പ്രസംഗം നടത്തിയിട്ട് വേണം നമ്മൾ ആ വേദി വിട്ടു പോകാനൊക്കെ. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനമാണ്. ഒരുപാട് സമയമൊന്നുമില്ല, വളരെ കുറച്ച് സമയമേ ഉണ്ടാകത്തുള്ളൂ. ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും എല്ലാം നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നതായ ഓരോ സ്ഥലത്തും നമ്മുടെ വാക്കുകൾ വിട്ടുപോകാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് നഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് പ്രസംഗം നിർത്തരുത്. നമ്മുടെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ വേദി വിട്ടു പോകാവുള്ളൂ. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ കുട്ടികളാണ്, നമ്മൾ നോക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മളെ നോക്കുന്നതായ ഒരുപാട് കണ്ണുകളുണ്ട്. നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണാനും കൂടെ സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ പ്രസംഗം നമുക്ക് നഷ്ടമായി പോകാതിരിക്കാനെ കൊണ്ട് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഭയമില്ലാത്ത രീതിയിൽ സ്റ്റേജിൽ കയറി ഓർക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതെ പ്രസംഗിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു പ്രസംഗത്തിന് തയ്യാറാകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ തയ്യാറാകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തട്ടെ.